Hi all, welcome to Ernest Academy. നമ്മൾ കുറേ നാളായിട്ട് കാത്തിരുന്ന ഒരു എക്സാമാണ് ഓവർസിയർ ഗ്രേഡ് 3 എന്ന് പറയുന്ന വാട്ടർ അതോറിറ്റിയുടെ എക്സാം. നമുക്ക് സ്വാഭാവികമായിട്ടും വാട്ടർ അതോറിറ്റി എന്ന് പറയുന്നത് കേരള PSCയിൽ മെക്കാനിക്കൽ ഗ്രാജുവേറ്റ്സിനും അതേകൂട്ട് തന്നെ സിവിൽ ഗ്രാജുവേറ്റ്സിനും എസ്പെഷ്യലി സിവിൽ ഗ്രാജുവേറ്റ്സിന് ഏറ്റവും കൂടുതൽ വേക്കൻസീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് വാട്ടർ അതോറിറ്റി. അപ്പം ഇപ്രാവശ്യവും വാട്ടർ അതോറിറ്റിയുടെ ഓവർസിയർ ഗ്രേഡ് 3 എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് എക്സാമിന് നോട്ടിഫിക്കേഷനൊക്കെ വരികയുണ്ടായി. ഓൾറെഡി കൺഫർമേഷനൊക്കെ നമ്മൾ കൊടുത്തിരിക്കുന്ന ഒരു എക്സാമാണ്. അപ്പം എക്സാമിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കൂടാതെ എക്സാമിൻ്റെ സിലബസ് ഒക്കെ ഓൾറെഡി അവിടെ പബ്ലിഷ് ചെയ്താണ്, ഡീറ്റെയിൽഡ് സിലബസ്. ആ സിലബസ് അനുസരിച്ച് സിവിൽ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സിനും അതേകൂട്ട് തന്നെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സിനും തക്ക ഉള്ള സിലബസ് ആണ് അവർ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പം ആ സിലബസിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും കൂടാതെ എങ്ങനെ ഈ എക്സാമിന് വേണ്ടി നമുക്ക് പ്രിപ്പയർ ചെയ്യാമെന്നുള്ള സ്റ്റഡി പ്ലാൻ ഡീറ്റെയിൽസുമാണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഏണസ്റ്റ് അക്കാദമിയിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പം നമ്മുടെ നോട്ടിഫിക്കേഷൻ ഓൾറെഡി ഓവർസിയർ ഗ്രേഡ് 3 വന്നിരുന്നത് ഗ്രേഡ് 3 ആണ്. വാട്ടർ അതോറിറ്റിയുടെ അണ്ടറിലുള്ള ഡിപ്പാർട്ട്മെന്റ് വാട്ടർ അതോറിറ്റിയാണ്. 33/2024 എന്നുള്ള നോട്ടിഫിക്കേഷൻ നമ്പറാണ് വന്നിരുന്നത്. പേ സ്കെയിലൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്. 27,200 തൊട്ട് 73,600 വരെയാണ് പേ സ്കെയിൽ പറഞ്ഞിരിക്കുന്നത്. ഏജ് ലിമിറ്റ് സാധാരണ ഗ്രാജുവേറ്റ് എക്സാമിനുള്ള അതേ ഏജ് ലിമിറ്റ് ആണ്, 18 to 36 ഇയേഴ്സ് എന്നറിയാം. കൂടാതെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ SLC പ്ലസ് NTC ഇൻ ഡ്രാഫ്റ്റ്സ്മാൻ ഓർ കേരള ഗവൺമെന്റ് എഞ്ചിനീയർ സർട്ടിഫിക്കറ്റ് ആണ് സിവിൽ ഓർ മെക്കാനിക്കൽ എന്നുള്ളതാണ് അവിടുത്തെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനെ കുറിച്ച് പറയാനുള്ളത്. വേക്കൻസീസ് എത്രയാണെന്ന് പറഞ്ഞിട്ടില്ല, ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം ഇത്രയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓവർസിയർ ഗ്രേഡ് 3യുടെ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസിനെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റും. കൂടാതെ ഇനിയും പറയേണ്ടത്, നമുക്ക് സംസാരിക്കേണ്ടത് നമ്മുടെ മെയിൻ ഭാഗമാണ്. ഓൾറെഡി എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ വന്ന് കൺഫർമേഷനും കഴിഞ്ഞതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ സ്വാഭാവികമായിട്ടും ചെയ്യേണ്ടത് നമ്മുടെ സിലബസ്, ഡീറ്റെയിൽഡ് സിലബസ് PSC പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആ ഡീറ്റെയിൽഡ് സിലബസ് എന്താണെന്ന് നോക്കി അതനുസരിച്ച് പ്ലാനിങ് തുടങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ഡീറ്റെയിൽഡ് സിലബസിനെ കുറിച്ചാണ്. ഓൾറെഡി എല്ലാവർക്കും അറിയാവുന്ന കൂട്ട് തന്നെ പല പാർട്ടായിട്ട് ABC എന്ന് തുടങ്ങിയ കുറേ പാർട്ടായിട്ടാണ് സിലബസ് അവർ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. സിലബസിനെ കുറിച്ച് പറയുവാണെങ്കിൽ ആദ്യം A പാർട്ടിൽ പറഞ്ഞിരിക്കുന്നത് ബേസിക് എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ആണ്. അതിൻ്റെ വെയിറ്റേജ് ആണ് 10 മാർക്സ് ആണ് വെയിറ്റേജ്. അപ്പം ബേസിക് എഞ്ചിനീയറിംഗ് ഡ്രോയിങ്സിനകത്ത് ഡ്രോയിങ് ഇൻസ്ട്രുമെന്റ്സിനെ കുറിച്ച് പറയുന്നുണ്ട്, എക്യുപ്മെന്റ് ആൻഡ് മെറ്റീരിയൽസിനെ കുറിച്ച് പറയുന്നുണ്ട്, ലെറ്ററിംഗ്, ഡയമെൻഷനിങ് ആൻഡ് സ്കെയിൽസ്, ദെൻ പ്ലെയിൻ ജോമെട്രിക്കൽ കൺസ്ട്രക്ഷൻസ്, കോണിക് സെക്ഷൻസ് ആൻഡ് പ്രൊജക്ഷൻ തുടങ്ങിയാണ് ബേസിക് എഞ്ചിനീയറിംഗ് ഡ്രോയിങ്. പിന്നീട് B പാർട്ടി പറയുന്നതാണ് യൂണിറ്റ്സ് ആൻഡ് മെൻസുറേഷൻ എന്ന് പറയുന്ന 6 മാർക്കാണ് വെയിറ്റേജ് പറഞ്ഞിരിക്കുന്നത്. ഇത് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റിനെ കുറിച്ചാണ്. അതുകൊണ്ട് തന്നെ യൂണിറ്റ്സ് ഓഫ് മെഷർമെന്റ് പറയുന്നുണ്ട്, പെരിമീറ്റർ ആൻഡ് ഏരിയ കാൽക്കുലേഷൻസ് ഫോർ ട്രയാങ്കിൾസ്, പോളിഗൺസ് ആൻഡ് സർക്കിൾസ്, ദെൻ വോളിയം ഓഫ് സോളിഡ്സ്. ഇതടങ്ങുന്നതാണ് B പാർട്ടിലുള്ള യൂണിറ്റ്സ് ആൻഡ് മെൻസുറേഷൻ എന്ന് പറയുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും ഈ ആദ്യത്തെ രണ്ട് ഭാഗം സിവിൽ എഞ്ചിനീയറുകാർക്കും അതുകൊണ്ട് തന്നെ മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിനും ഒരുപോലെ നമുക്ക് മനസ്സിലാകുന്ന അല്ലെങ്കിൽ കിട്ടുന്ന ഒരു പാർട്ടാണ് അല്ലേ. നമ്മൾ ഒരിക്കലും മെക്കാനിക്കൽ സിവിൽ എന്ന് പറഞ്ഞാൽ ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. രണ്ട് ആൾക്കാർക്കും ഒരേപോലെ പഠിക്കാനും അറിയാവുന്നതുമായ രണ്ട് ടോപ്പിക്കാണ് എയും ബിയിലും ഉള്ളത്. C പാർട്ട് എന്ന് പറയുന്നത് ഓട്ടോകാഡ് ആണ്. മെയിൻലി മെക്കാനിക്കൽ ഡീൽ ചെയ്യുന്നതാണ് ഓട്ടോകാഡ്. 8 മാർക്കിന്റെ വെയിറ്റേജ് ആണ് ഓട്ടോകാഡിൽ പറഞ്ഞിരിക്കുന്നത്. ഇൻട്രൊഡക്ഷൻ ടു ഓട്ടോകാഡ്, ബേസിക് കമാൻഡ്സ്, ഡ്രോയിങ് ആൻഡ് മോഡിഫിക്കേഷൻ ടൂൾ ബാർ, പ്ലോട്ടിംഗ് ആൻഡ് പ്രിന്റിംഗ് തുടങ്ങിയതാണ് ഓട്ടോകാഡിന് അണ്ടറിൽ വന്നിട്ടുള്ള ടോപ്പിക്സ്. ഇത് നമ്മൾ കൂടുതൽ കോൺസെൻട്രേഷൻ ഞാൻ മെക്കാനിക്കലിനാണ് പറയും, കാരണം മെക്കാനിക്കലിൻ്റെയാണ് ഓട്ടോകാഡ് സെറ്റപ്പ് വരുന്നത്. സിവിലിനും ഉണ്ട്, എങ്കിലും ഈ പറഞ്ഞിരിക്കുന്ന കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് മെക്കാനിക്കൽ ടോപ്പിക്കിലാണ്. ദെൻ D പാർട്ട് പറയുന്ന സർവേയിങ്. സ്വാഭാവികമായിട്ടും ഇനിയും പറയാൻ പോകുന്നതെല്ലാം സിവിൽ എഞ്ചിനീയറിംഗിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. സർവേയിങ് 9 മാർക്കാണ് വെയിറ്റേജ്. സർവേയിങ്ങിനെ കുറിച്ച് പറയുവാണെങ്കിൽ കൺവെൻഷണൽ സർവേയിങ് ടെക്നിക്സിനെ കുറിച്ച് പറയുന്നുണ്ട്, ചെയിൻ, കോമ്പസ്, പ്ലെയിൻ ടേബിൾ, ലെവലിംഗ് സർവേസ്, ദെൻ പ്രിൻസിപ്പിൾസ് ആൻഡ് ടൈപ്സ് ഓഫ് ലെവലിംഗ്, ലെവൽ റിഡക്ഷൻ, ദെൻ കോണ്ടോറിംഗ്, തെഡോലൈറ്റ് സർവേ, മോഡേൺ സർവേയിങ് ഇൻസ്ട്രുമെന്റ്സ് തുടങ്ങിയതാണ് ഇവിടെ പറയുന്ന ടോപ്പിക്. സർവേയിങ് അണ്ടറിൽ വളരെ വലുതായിട്ടുള്ളൊരു ടോപ്പിക് ഉണ്ട്, കാരണം 9 മാർക്കാണ് വെയിറ്റേജ്. ഓക്കെ, ദെൻ ഈ പാർട്ടിൽ പറയുന്നത് ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷൻ. വെയിറ്റേജ് കൂടുതലാണ്, 10 മാർക്കാണ് വെയിറ്റേജ്. ഓക്കെ, സ്വാഭാവികമായിട്ടും സിവിൽ എഞ്ചിനീയർ ഒരു കോർ ടോപ്പിക്കാണ് പറഞ്ഞിരിക്കുന്നത്, സബ്ജക്റ്റാണ് പറഞ്ഞിരിക്കുന്നത്. സ്റ്റോൺ, ബ്രിക്സ്, ടൈൽസ്, സിമെന്റ്, ലൈം ആൻഡ് ഫില്ലർ മെറ്റീരിയൽസ്. വളരെയധികം ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഭാഗമാണ്. പ്ലെയിൻ സിമെന്റ്, കോൺക്രീറ്റ് ആൻഡ് റീഇൻഫോഴ്സ്ഡ് കോൺക്രീറ്റ്, ദെൻ ടിംബർ, ഫൗണ്ടേഷൻ, മാസനറി, റൂഫിംഗ്, ഫ്ലോറിംഗ്, ബിൽഡിംഗ് ഫിനിഷസ്,
ടെമ്പററി സ്ട്രക്ചറൽ ട്രീറ്റ്മെന്റ്സ്. ഇതൊക്കെയാണ് നമ്മുടെ ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്ന ഈ പാർട്ടിന്റെ അണ്ടറിൽ വന്നിരിക്കുന്ന ടോപ്പിക്. വെയിറ്റേജ് കൂടുതലാണ്, 10 മാർക്കാണ്. പിന്നീടുള്ള എഫ് പാർട്ടിൽ വരുന്നത് ബിൽഡിംഗ് ഡ്രോയിങ്സ് ആൻഡ് എസ്റ്റിമേറ്റിംഗ് ആണ്. അതിനും വെയിറ്റേജ് കൂടുതൽ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. സിലബസിൽ 10 മാർക്കിന്റെ വെയിറ്റേജ് ആണ്. അവിടുത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ബിൽഡിംഗ് റൂൾസ് ആൻഡ് ബൈലോസ് ആണ്. ദെൻ എസ്റ്റിമേഷൻ മെത്തേഡ്സ് ആൻഡ് മെഷർമെന്റ് റൂൾസ്, റേറ്റ് അനാലിസിസ് ആൻഡ് വാല്യുവേഷൻ തുടങ്ങിയ ടോപ്പിക്സ് വരുന്നതാണ് എഫ് പാർട്ട്. അവിടെയും 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്, അല്ലെങ്കിൽ വെയിറ്റേജ് ആണ് നമ്മുടെ സിലബസിൽ അവർ പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുന്നത്. ദെൻ ജി പാർട്ട് എന്ന് പറയുന്നത് ഹൈഡ്രോളിക്സ് ആൻഡ് ഇറിഗേഷൻ ആണ്. 9 മാർക്കിന്റെ വെയിറ്റേജ് ഉള്ള ഭാഗമാണ് ജി പാർട്ട്. ഹൈഡ്രോളിക്സ് എന്ന് പറയുമ്പോൾ ഓൾറെഡി ഇറിഗേഷൻ ബേസിക്സ് ഉണ്ട്, ടേംസ്, സ്റ്റോറേജ് സ്ട്രക്ചർ, ഡൈവേർഷൻ ഹെഡ് വർക്ക്സ്, ദെൻ റിസർവോയേഴ്സ്, ഡാംസ്, കനാൽസ്, ക്രോസ് ഡ്രെയിനേജ് വർക്ക് എല്ലാം ഹൈഡ്രോളിക്സിന്റെ ഇറിഗേഷന്റെ കൂട്ടത്തിൽ വരുന്നതാണ്. ദെൻ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ്, ഇത് സ്വാഭാവികമായിട്ടും മെക്കാനിക്സ് ഓഫ് ഫ്ലൂയിഡ്സിന്റെ അണ്ടറിൽ വരുന്ന അല്ലെങ്കിൽ ഹൈഡ്രോളിക്സിൽ വരുന്നതാണ്, ഫ്ലൂയിഡ് ഹൈഡ്രോളിക്സിൽ വരുന്നതാണ്. പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ്, പ്രഷർ മെഷർമെന്റ്, ടൈപ്സ് ഓഫ് ഹൈഡ്രോളിക് എനർജി. സ്വാഭാവികമായിട്ടും ഇത് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു വ്യക്തിക്ക് മനസ്സിലാവും. ഞാനിപ്പോൾ സംസാരിച്ചത് സ്വാഭാവികമായിട്ടും നമ്മുടെ സിലബസ് കാണുമ്പോൾ നമ്മുടെ DEF തുടങ്ങിയ ഭാഗം വരുന്നത് പക്ക സിവിൽ എഞ്ചിനീയറിംഗ് ആണ്. എന്നാൽ ജി പാർട്ടിൽ വരുമ്പോൾ തുടങ്ങുമ്പോഴുള്ള ഇറിഗേഷന്റെ ഭാഗം ഒഴിച്ചു കഴിഞ്ഞാൽ ഹൈഡ്രോളിക്സ് എന്ന് പറഞ്ഞ സ്വാഭാവികം നമ്മുടെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സും പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. അപ്പോൾ അവർക്കും കോമൺ ആയിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ് ഈ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ്, പ്രഷർ മെഷർമെന്റ്, ടൈപ്സ് ഓഫ് ഹൈഡ്രോളിക് എനർജി എന്നുള്ളത് അല്ലേ. അപ്പം അതിന്റെ എച്ച് പാർട്ടായിട്ട് വരുന്ന ഭാഗം തൊട്ട് നമ്മൾ കോമൺ ആയിട്ട് പറഞ്ഞു പോവുകയാണ്. ഓൾറെഡി സിലബസിലും ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. കാരണം ജി പാർട്ട് വരെ സിവിൽ എഞ്ചിനീയറിംഗിന് ഊന്നൽ നൽകുന്ന രീതിയിലും ദെൻ എച്ച് പാർട്ട് തൊട്ട് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് സ്ട്രീമിലേക്ക് പോകുന്ന രീതിയിലുമാണ്. അപ്പോൾ എച്ച് പാർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മൊഡ്യൂൾ വൈസ് ആണ് എച്ച് പാർട്ട് മൊത്തത്തിൽ അവർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ആദ്യത്തെ മൊഡ്യൂൾ 1 എന്ന് പറയുന്നത് ഡെവലപ്മെന്റ് സർഫസ് ആൻഡ് ഇന്റർപ്രണേഷൻ ഓഫ് സോളിഡ് ഇൻ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ എന്നാണ്. അപ്പം ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഗ്രാഫിക്സ് അല്ലെങ്കിൽ നമ്മുടെ ഡ്രോയിങ് ആൻഡ് ഗ്രാഫിക്സ് പോർഷൻ ആണ്. ഇവിടെ ഡെവലപ്പ് സർഫസും ഉണ്ട്, അതുകൊണ്ട് തന്നെ ഇന്റർപ്രിട്ടേഷൻ ഓഫ് സോളിഡ് ഇൻ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനും ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ടോപ്പിക്സ് പറയുകയാണെങ്കിൽ ഇതിന്റെ വെയിറ്റേജ് ആണ് നോക്കേണ്ടത്. മൊത്തം 5 മാർക്കിന്റെ വെയിറ്റേജ് ആണ് പറഞ്ഞിരിക്കുന്നത്. 3 മാർക്ക് എന്ന് പറയുന്നത് ഇതിനകത്ത് ഡെവലപ്പ് സർഫസിനാണെന്ന് പറഞ്ഞാൽ ഡെഫിനിഷൻ ഓഫ് ഡെവലപ്മെന്റ്, നീഡ് ഓഫ് ഡെവലപ്മെന്റ് ഇൻഡസ്ട്രി, ഡിഫറെന്റ് മെത്തേഡ്സ് ഓഫ് ഡെവലപ്പിംഗ് ദ സർഫസ്, then development of surface boundary by plane of revolution, then intersecting each other, then development of an oblique cone with the elliptical base, calculation of developed lengths of geometric solids. ഇത്രയും അടങ്ങുന്നതാണ് ഡെവലപ്ഡ് സർഫസ് എന്ന് പറയുന്നത്. 3 മാർക്കിന്റെ വെയിറ്റേജ് പറഞ്ഞുകൊണ്ട് ഇത്രയും ടോപ്പിക്സ് ഉണ്ട്. ഓക്കെ, മൊഡ്യൂൾ 1 തന്നെ രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഡെഫിനിഷൻ ഓഫ് ഇന്റർസെക്ഷൻ ആൻഡ് ഇന്റർപെനട്രേഷൻ ഓഫ് കർവ്സ്, ദെൻ common methods to find out the curve interpolation, then solution of problem on interpolation of prism, cones and pyramids with their axes intersecting at an angle, then intersection of cylinder. ഇത്രയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പം 2 മാർക്കിന്റെ വെയിറ്റേജേ ഉള്ളൂ. മൊത്തത്തിൽ 5 മാർക്കിന്റെ വെയിറ്റേജ് ഉള്ള എച്ച് പാർട്ടിലെ മൊഡ്യൂൾ 1 കുറിച്ചാണ് സംസാരിച്ചത്. ഇത് സിവിൽ മെക്കാനിക്കൽ എന്ന് പറഞ്ഞ് നമുക്ക് മാറ്റി വെക്കാൻ പറ്റത്തില്ല. രണ്ടുപേർക്കും കോമൺ ആയിട്ട് പഠിച്ചിട്ടുള്ള ടോപ്പിക്സ് ആണ് കുറേയേറെ പറയുന്നത്. അതുകൊണ്ട് തന്നെ രണ്ടുപേർക്കും ഈക്വൽ ഇമ്പോർട്ടൻ്റ് ആണ് സിലബസിലെ ഈ ടോപ്പിക്സ് എന്ന് വേണമെങ്കിൽ പറയാം. അടുത്ത എച്ച് പാർട്ടിൽ തന്നെ മൊഡ്യൂൾ 2 എന്ന് പറയുന്നത് ഇവിടം തൊട്ട് സ്വാഭാവികമായിട്ടും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സിന്റെ അണ്ടറിൽ വരുന്നതാണ് അല്ലേ. ശരിക്കും പറഞ്ഞാൽ മൊഡ്യൂൾ 2 എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫാസ്റ്റനേഴ്സ്, വെൽഡ്സ് ആൻഡ് ലോക്കിംഗ് ഡിവൈസ് എന്ന് പറയുന്നതാണ് മൊഡ്യൂൾ 2. നമുക്കറിയാം നമ്മുടെ ഡിസൈൻ ഓഫ് മെഷീൻ എലമെന്റ്സിനെ ബേസ് ചെയ്ത് കുറേയേറെ ഭാഗം ഈ സിലബസ് വരുന്നതായിട്ട് ഇനി കാണാൻ പറ്റും. അതിനകത്ത് 2 ഭാഗമായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് ഫാസ്റ്റനേഴ്സും അതുകൊണ്ട് തന്നെ വെൽഡ്സും. ഓക്കെ, ഫാസ്റ്റനേഴ്സിന് 3 മാർക്കും കൂടാതെ വെൽഡ്സിന് 2 മാർക്കിന്റെയുമാണ് വെയിറ്റേജ് സിലബസിൽ പറയുന്നത്. ഫാസ്റ്റനേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സ്ക്രൂ ത്രെഡ്സ്, ടേംസ്, nomenclature, then types of screw thread, proportion and their uses, then threads as per SP 46:2003 conventions, then types of bolts, nuts and studs and their proportion and their uses. ഇതാണ് രണ്ടാമത്തെ മൊഡ്യൂളിൽ വരുന്ന രണ്ടാമത്തെ മൊഡ്യൂളിലെ ഫാസ്റ്റനേഴ്സ് എന്ന് പറയുന്ന ഭാഗം. 3 മാർക്കിന്റെ വെയിറ്റേജ്. തുടർന്നുള്ള വെൽഡ്സിന്റെ ഭാഗത്ത് വരുന്നതാണ് ഡിസ്ക്രിപ്ഷൻ ഓഫ് വെൽഡഡ് ജോയിന്റ്സ് ആൻഡ് their representations, then indication of welding symbols on drawing as per SP 46. 2 മാർക്കിന്റെ വെയിറ്റേജ് ആണ് വെൽഡ്സിന് കൊടുത്തിട്ടുള്ളത്. ഫാസ്റ്റനേഴ്സിന് 3 മാർക്ക്. അങ്ങനെ ടോട്ടലി 5 മാർക്കിന്റെ വെയിറ്റേജ് ഉള്ളതാണ് എച്ച് പാർട്ടിലെ
മൊഡ്യൂൾ 2. ബേസിക്കലി ഇത് പോകുന്നത് മെക്കാനിക്കൽ സ്ട്രീമുകാർക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗമാണ്, സിവിലുകാർ കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ട ഭാഗം. ഓക്കെ, ദെൻ ഇതിനിടയ്ക്ക് മൊഡ്യൂൾ 3 വരുന്നുണ്ട് അടുത്തായിട്ട്. മൊഡ്യൂൾ 3 എന്ന് പറഞ്ഞാൽ പൈപ്പ് ജോയിന്റ്സ് ആൻഡ് റിവറ്റഡ് ജോയിന്റ്സ് ആണ്. ഇതും മെക്കാനിക്കലിനാണ് കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത്. പൈപ്പ് ജോയിന്റ്സ് ആൻഡ് റിവറ്റഡ് ജോയിന്റ്സിനെ വേണമെങ്കിൽ നമുക്ക് 3 പാർട്ടായിട്ട് തിരിക്കാം. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലോക്കിംഗ് ഡിവൈസസ്. ഒരു കാര്യമുണ്ട്, മൊഡ്യൂൾ 3യിൽ വരുന്നതല്ല അത്, കാരണം മൊഡ്യൂൾ 2വിൻ്റെ 3ാം ഭാഗം അവിടെ ഉണ്ട്. നമുക്കറിയാം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫാസ്റ്റ്നേഴ്സ്, ബെൽറ്റ്സ് ആൻഡ് ലോക്കിംഗ് ഡിവൈസ് ആണ്. ആ ലോക്കിംഗ് ഡിവൈസ് വരുന്നത് ഈ മൊഡ്യൂൾ 2വിൻ്റെ അണ്ടറിലാണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലോക്കിംഗ് ഡിവൈസസ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെഷീൻ സ്ക്രൂസ്, ക്യാപ് സ്ക്രൂ, സെറ്റ് സ്ക്രൂ ആസ് പെർ സ്പെസിഫിക്കേഷൻ, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫൗണ്ടേഷൻ ബോൾട്ട്സ് ആൻഡ് ദെയർ യൂസസ്. 3 മാർക്ക്. അങ്ങനെ ടോട്ടലി നമുക്ക് 8 മാർക്കിൻ്റെ വെയിറ്റേജ് പറയാൻ പറ്റുന്ന ഒരു ഭാഗമാണ് മൊഡ്യൂൾ 2 എന്ന് പറയുന്നത്. മൊഡ്യൂൾ 2 ഇച്ചിരി വലുതാണ്, മെക്കാനിക്കലാണ്. 8 മാർക്ക് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യം. ഓക്കെ, ദെൻ മൊഡ്യൂൾ 3യിലേക്ക് പോകണം. അവിടെയാണ് പൈപ്പ് ജോയിന്റ്സ് ആൻഡ് റിവറ്റഡ് ജോയിന്റ്സ് എന്ന് പറയുന്ന ഭാഗത്തുനിന്നും 2 സെക്ഷനായിട്ട് പോയിട്ടുണ്ട്. ഒന്ന് പൈപ്പ് ജോയിന്റും ഒന്ന് റിവറ്റഡ് ജോയിന്റും. പൈപ്പ് ജോയിന്റിനെ കുറിച്ച് പറയുവാണെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ഓഫ് ഡിഫറെൻറ്റ് പൈപ്പ് ജോയിന്റ്സ് ഫിറ്റഡ് ഇൻ പൈപ്പ്, ദെൻ എക്സ്പാൻഷൻ ജോയിന്റ്, ലൂപ്പ് ആൻഡ് അതർ പൈപ്പ് ഫിറ്റിംഗ്സ് 2 മാർക്ക്. ഓക്കെ, ദെൻ നമ്മുടെ റിവറ്റഡ് ജോയിന്റിന്റെ ഭാഗത്തു നിന്നുള്ളത് ടൈപ്സ് ഓഫ് റിവറ്റ്സ്, ദെയർ സൈസ്, അതർ ആൻഡ് പ്രൊപ്പോർഷൻസ്, യൂസസ്. ദെൻ ടൈപ്സ് ഓഫ് റിവറ്റഡ് ജോയിന്റ്സ്, ടേംസ് ആൻഡ് പ്രൊപ്പോർഷൻസ് ഓഫ് റിവറ്റഡ് ജോയിന്റ്സ്, കൺവെൻഷണൽ റെപ്രസെന്റേഷൻ. ദെൻ റിലേഷൻ ബിറ്റ്വീൻ റിവറ്റ് സൈസ് ആൻഡ് തിക്നെസ് ഓഫ് പ്ലേറ്റ്സ് ആൻഡ് കാൽക്കുലേഷൻ ഫോർ അറേഞ്ച്മെന്റ് ഓഫ് റിവറ്റ്സ് പൊസിഷൻ തുടങ്ങിയ ഭാഗത്തുനിന്ന് വരുന്നു. പിന്നീടുള്ളത് കോസസ് ഓഫ് ഫെയിലിയേഴ്സ് ഓഫ് റിവറ്റഡ് ജോയിന്റ്, എഫിഷ്യൻസി ഓഫ് റിവറ്റഡ് ജോയിന്റ്സ്, ഇങ്ങനെ തുടങ്ങിയ ഭാഗം വരുന്ന റിവറ്റഡ് ജോയിന്റ്സ്. മൊഡ്യൂൾ 3 എന്ന് പറഞ്ഞാൽ അങ്ങനെ 2 ഭാഗമാണ്. 3 മാർക്കിന്റെ ഭാഗമാണ് റിവറ്റഡ് ജോയിന്റ്സ് എന്നുള്ളത്. ടോട്ടലി 5 മാർക്ക്. ഓക്കെ, ഇനി മൊഡ്യൂൾ 4 ആണ്. മൊഡ്യൂൾ 4 പറയുന്നത് ബെൽറ്റ് ഡ്രൈവ് ആൻഡ് ഗിയർ ഡ്രൈവ്. പക്ക മെക്കാനിക്കൽ പോർഷൻ ആണ്. ഇതിനകത്ത് ബെൽറ്റ് ഡ്രൈവും ഉണ്ട്, ഗിയർ ഡ്രൈവും ഉണ്ട്. ബെൽറ്റ് ഡ്രൈവിനകത്ത് മെറ്റീരിയൽസ് ഓഫ് ബെൽറ്റ്സ്, സ്ലിപ്പ് ആൻഡ് ക്രീപ്പ്, വെലോസിറ്റി ഓഫ് ബെൽറ്റ്, ആർക്ക് ഓഫ് കോണ്ടാക്ട്, സിമ്പിൾ എക്സസൈസ് ഇൻ കാൽക്കുലേഷൻ ഓഫ് ബെൽറ്റ് സ്പീഡ്, ന്യൂമറിക്കൽസ് ആണ്. ദെൻ നമ്പേഴ്സ് ഓഫ് ബെൽറ്റ്സ് നീഡഡ് ഇൻ വി ബെൽറ്റ് ഡ്രൈവ്, വെലോസിറ്റി, പുള്ളി റേഷ്യോ എക്സെട്ര. ഇവിടെ ഒന്നും കൂടുതൽ ന്യൂമറിക്കൽസ് പ്രതീക്ഷിക്കാൻ പറ്റും. ദെൻ സ്റ്റാൻഡേർഡ് പുള്ളി, വിഡ്ത്ത് ഓഫ് പുള്ളി ഫേസ്, വെലോസിറ്റി റേഷ്യോ, ചെയിൻ ഡ്രൈവ്, ഇത്രയും തുടങ്ങിയ ഭാഗത്ത് മൊത്തത്തിൽ 4 മാർക്കിന്റെ വെയിറ്റേജ് ആണ് പറയുന്നത് ബെൽറ്റ് ഡ്രൈവ്. ഗിയർ ഡ്രൈവിൽ പറഞ്ഞിരിക്കുന്നത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഗിയേഴ്സ് ആണ്. കാസ്റ്റ് ഗിയേഴ്സ് ആൻഡ് മെഷീൻഡ് ഗിയേഴ്സ്, നോളജ് ഓഫ് പ്രൊഫൈൽ ഓഫ് ഗിയേഴ്സ് എക്സെട്രയാണ്. 3 മാർക്കിന്റെ വെയിറ്റേജ് ആണ് ഗിയറിന്. ടോട്ടലി 7 മാർക്കാണ് നമുക്ക് മൊഡ്യൂൾ 4ന് അവർ വെയിറ്റേജ് സിലബസിൽ പറഞ്ഞിരിക്കുന്നത്. മൊഡ്യൂൾ 5നെ കുറിച്ച് പറയുവാണെങ്കിൽ ഹൈഡ്രോളിക്സ് ആൻഡ് ന്യൂമാറ്റിക്സ് ആണ്. ഓൾറെഡി ഞാൻ ഇതിന് മുമ്പ് പറഞ്ഞ ഭാഗം തന്നെ വരുന്നു. ഹൈഡ്രോളിക്സ് ആൻഡ് ന്യൂമാറ്റിക്സ്. ഹൈഡ്രോളിക്സ് എന്ന് പറയുന്നത് ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ടിപ്പിക്കൽ ഹൈഡ്രോളിക് സിസ്റ്റം ആൻഡ് കമ്പോണൻസ്, working principle and function of hydraulic jack, different types of hydraulic actuator, then symbol and working of hydraulic DC valve, non-return valve and throttle valve ആണ് പറയുന്നത്. വാൽവ്സിനെ കുറിച്ചാണ്. 3 മാർക്കാണ് ഹൈഡ്രോളിക്സിന് വെയിറ്റേജ് കൊടുക്കുന്നത്. പിന്നെ ന്യൂമാറ്റിക്സിനെ കുറിച്ച് പറയുവാണെങ്കിൽ നോളജ് ഓഫ് ടിപ്പിക്കൽ ന്യൂമാറ്റിക് സിസ്റ്റം, FRL ഓർ എയർ സർവീസ് യൂണിറ്റ് ആൻഡ് ന്യൂമാറ്റിക് ആക്ച്വേറ്റർ, അങ്ങനെ ടോട്ടൽ 2 മാർക്ക്. മൊത്തത്തിൽ പറയുമ്പോൾ 5 മാർക്കിന്റെ മൊഡ്യൂൾ 5 വെയിറ്റേജ് വരും. ഓക്കെ, ദെൻ മൊഡ്യൂൾ 6 ആണ്. അത് ലിമിറ്റ്സ് ഫിറ്റ് ടോളറൻസ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് മൊഡ്യൂൾ 6ൽ വന്നിരിക്കുന്നത്. ലിമിറ്റ് ഫിറ്റ് ടോളറൻസിനകത്ത് ലിമിറ്റ് ഫിറ്റ് ടോളറൻസ്, ടോളറൻസ് ടു ഡയമെൻഷനിങ്, ജോമെട്രിക്കൽ ടോളറൻസ് എന്താണെന്ന് പഠിക്കണം. ദെൻ ഇൻഡിക്കേഷൻസ് ഓഫ് സിംബൽസ് ഫോർ മെഷീനിങ് ആൻഡ് സർഫസ് ഫിനിഷസ് ഓൺ ഡ്രോയിങ്, ദെൻ പ്രൊഡക്ഷൻ ഓഫ് ഇന്റർചേഞ്ചബിൾ പാർട്സ്, ജോമെട്രിക്കൽ ടോളറൻസ്, ദെൻ ഫെമിലൈസേഷൻ വിത്ത് IS 919, IS 2709, അങ്ങനെ 4 മാർക്കിന്റെ വെയിറ്റേജ് ആണ് മൊഡ്യൂൾ 6 ലിമിറ്റ്സ് ഫിറ്റ് ടോളറൻസിന് കൊടുക്കുന്നത്. ഓക്കെ, ലാസ്റ്റ് മൊഡ്യൂൾ 7 ആണ്. മൊഡ്യൂൾ 7 പറയുന്നത് ബിയറിംഗ്സിനെ കുറിച്ചാണ്. ടൈപ്സ്, അഡ്വാൻറ്റേജസ്, ബിയറിംഗ്സിന്റെ ടൈപ്സും അഡ്വാൻറ്റേജുമാണ് പഠിക്കേണ്ടത്. നോളജ് ഓഫ് ബിയറിംഗ് ടു റെഡ്യൂസ് ഫ്രിക്ഷൻ, 4 മാർക്കിന്റെ വെയിറ്റേജ് ആണ്. ഇങ്ങനെയുള്ള 7 മൊഡ്യൂൾ അടങ്ങുന്നതാണ്. വേണമെങ്കിൽ ഇങ്ങനെ പറയാം മെക്കാനിക്കൽ പാർട്ട് എന്ന് പറയാം. കാരണം ഇതിനകത്ത് ഭൂരിഭാഗവും സംസാരിക്കുന്നത് മെക്കാനിക്കലിനെ കുറിച്ചാണ്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അണ്ടറിൽ വരുന്ന കുറേ ടോപ്പിക്കാണ്. നമ്മൾ പറയുമ്പോൾ തെർമൽ അങ്ങനെ രീതിയിൽ പോകുന്നില്ല. തെർമൽ മേഖലയിലേക്കൊന്നും പോകാത്ത
മെക്കാനിക്കലിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത കുറേയേറെ ടോപ്പിക്സ് വരുന്ന ഭാഗമാണ് എച്ച് എന്ന് പറയുന്ന പാർട്ടിൽ സിലബസിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പറയാം ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. മെക്കാനിക്കലിനും ഈക്വൽ പോർഷൻ വരുന്നുണ്ട്, സിവിലിനും ഈക്വൽ പോർഷൻ ഓവർസീ ഗ്രേഡ് 3 എക്സാമിന് പ്രതീക്ഷിക്കാമെന്നാണ് സിലബസിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി ഇതാണ് സിലബസിനെ കുറിച്ച് പറയാനുള്ളത്. സിലബസ് അറിഞ്ഞു വേണം നമ്മൾ പ്രിപ്പയർ ചെയ്യാനായിട്ട്. അതുകൊണ്ടാണ് സിലബസിനെ കുറിച്ച് കറക്റ്റായിട്ട് വെയിറ്റേജ് ബേസിൽ കാര്യങ്ങൾ പറഞ്ഞത്. ഓക്കെ, ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത്, അങ്ങനെയെങ്കിൽ സിലബസ് കിട്ടി, നമുക്ക് എക്സാം ഒക്ടോബർ 20 അറിയാം ഓവർസീ ഗ്രേഡ് 3. നമ്മൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എങ്ങനെ പ്ലാൻ ചെയ്യാം ഇനിയുള്ള ദിവസങ്ങളെ എന്ന കാര്യമാണ് ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത്. സ്റ്റഡി പ്ലാനെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു 40 ഡേ സ്റ്റഡി പ്ലാൻ ആണ് പറയാൻ പോകുന്നത്. ഇത് പറയുന്നത് മെക്കാനിക്കൽ ബേസ്ഡ് ആയിട്ടാണ് പറയാൻ പോകുന്നത്. നമ്മൾ സിവിലിനെ കുറിച്ച് സംസാരിക്കുന്നില്ല, ഇനി സംസാരിക്കുന്നത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ടോപ്പിക്സ് നമ്മൾ സിലബസിൽ കുറേയേറെ കണ്ടു. ഈ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ടോപ്പിക്സ് ഒരു 40 ഡേ സ്റ്റഡി പ്ലാനിൽ എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാമെന്ന കാര്യമാണ് ഇനി പറയാൻ പോകുന്നത്. ഞാൻ ഇതിനെ 3 ഫേസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഫേസ് 1 എന്ന് പറയുന്നത് കോർ കവറേജ് ആണ്, നമ്മുടെ മെയിൻ ടോപ്പിക്സിന്റെ കവറേജ് ആണ്. ദെൻ ഫേസ് 2 എന്ന് പറയുന്നത് റിവിഷൻ 1 ആണ്. ഫേസ് 3 എന്ന് പറയുന്നത് നമ്മുടെ ഫൈനൽ റിവിഷനും അതുകൊണ്ട് തന്നെ മോക്ക് ഡ്രിൽസും അടങ്ങിയ രീതിയിലാണ് സ്റ്റഡി പ്ലാൻ നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പം ഇതിനകത്ത് 40 ദിവസത്തിനകത്ത് 1 തൊട്ട് 26 ദിവസമാണ് നമ്മുടെ ഫേസ് 1. ഏറ്റവും കൂടുതൽ മജോറിറ്റി പാർട്ട് നമ്മുടെ സ്റ്റഡി പ്ലാനിൽ കൊടുക്കുന്നത് ഈ ഫേസ് 1-നാണ്. അത് കോർ കവറേജ് ആണ് ഫേസ് 1-ൽ വരുന്നത്. അപ്പം 1-ാം ദിവസം തൊട്ട് 26-ാം ദിവസം വരെ നമ്മളൊക്കെ എങ്ങനെ ഉപയോഗിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ 1 തൊട്ട് 3 വരെയുള്ള ദിവസം നമുക്ക് മൊഡ്യൂൾ 1 ഡീൽ ചെയ്യാൻ കൊടുക്കാം. മൊഡ്യൂൾ 1 ടോട്ടലി പറയുന്നില്ല, മൊഡ്യൂൾ 1 പല പാർട്ട് പോകുന്നുണ്ട്. അതിലെ പാർട്ട് 1 നമുക്ക് ഡീൽ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഡേ 1 to 3 ഉപയോഗിക്കുന്നത്. അവിടെ ഓൾറെഡി പറഞ്ഞു, ഡെഫിനിഷൻസ്, നീഡ്, മെത്തേഡ്സ്, സർഫസ് ഓഫ് സോളിഡ്സ്, കാൽക്കുലേഷൻ ഓഫ് ഡെവലപ്ഡ് ലെങ്സ്, ഡ്രോ പ്രാക്ടീസ്, ഇതൊക്കെ നമുക്ക് ഈ പറയുന്ന ഡേ 1 to 3 കൊണ്ട് തീർക്കാൻ പറ്റും. അങ്ങനെ പാർട്ട് 1 നമുക്ക് അവിടെ കംപ്ലീറ്റ് ചെയ്യാം. ഡേ 4 to 5 നമുക്ക് മൊഡ്യൂൾ 1-ൽ തന്നെ സെക്കൻഡ് പാർട്ട് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. അവിടെ എന്ന് പറഞ്ഞാൽ ഇന്റർപ്രിട്ടേഷൻ ഓഫ് സോളിഡ്സ് ആണ്. അതിനകത്ത് ഇന്റർസെക്ഷൻ കർവ്സ്, മെത്തേഡ്സ്, പ്രോബ്ലംസ് ഓൺ പ്രിസംസ്, കോൺസ്, പിരമിഡ്സ്, സിലിണ്ടർ ഇന്റർസെക്ഷൻസ്, ഇത്രയും നമുക്ക് ഈ 4 തൊട്ട് 5 വരെ 2 ദിവസം കൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയാൽ മാത്രമേ നമ്മുടെ സ്റ്റഡി പ്ലാൻ കറക്റ്റായിട്ട് പോകത്തുള്ളൂ. അപ്പം പാർട്ട് 1ഉം 2ഉം മൊഡ്യൂൾ 1-ന്റെ കഴിഞ്ഞു. അങ്ങനെ മൊഡ്യൂൾ 1 നമ്മൾ 5 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുന്നു. ദെൻ 6 to 7 അടുത്ത മൊഡ്യൂളിലേക്ക് പോവുകയാണ്. മൊഡ്യൂൾ 2 ആണ്. അതിലെ പാർട്ട് 1 എന്ന് പറയുന്നത് ഫാസ്റ്റ്നേഴ്സ് ആണ്. അവിടുത്തെ സ്ക്രൂ ത്രെഡ്സ്, അതിൻ്റെ ടേംസ്, നോമൻക്ലേച്ചർ, ടൈപ്സ്, SP46, കൺവെൻഷൻസ്, ദെൻ ബോൾസ്, നട്ട്സ്, സ്റ്റഡ്സ് ഒക്കെ പഠിക്കാൻ വേണ്ടിയാണ് നമ്മുടെ 6 to 7 ഉള്ള ഡേ പറയുന്നത്. ദെൻ 8 ഡേ, ഒറ്റ ദിവസം മാത്രമേ ഉള്ളൂ മൊഡ്യൂൾ 2-ലെ വെൽഡ് ആൻഡ് വെൽഡിംഗ് സിമ്പിൾസ്. വെൽഡിനെ കുറിച്ച് പഠിക്കാൻ ഒറ്റ ദിവസം പ്രൊവൈഡ് ചെയ്യുന്നു, ഡേ 8. അതിനകത്ത് ടൈപ്സ്, റെപ്രസെൻറ്റേഷൻ, വെൽഡിംഗ് സിമ്പിൾ ആസ് പെർ SP46, അതാണ് നമ്മൾ പഠിക്കേണ്ട ടോപ്പിക്സ്. 8-ാമത്തെ ദിവസം നമുക്ക് അങ്ങനെ മൊഡ്യൂൾ 2-ലെ വെൽഡ്സ് ആൻഡ് വെൽഡിംഗ് സിമ്പിൾസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഡേ 9-നകത്താണ് മൊഡ്യൂൾ 2-ലെ അടുത്ത ഭാഗം വരുന്നത്, ലാസ്റ്റ് ഭാഗം, ലോക്കിംഗ് ഡിവൈസസ്. ലോക്കിംഗ് ഡിവൈസസ് എന്ന് പറയുന്നത് നമുക്ക് വീണ്ടും ഒരു ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ടൈപ്സ് ഓഫ് ലോക്കിംഗ് ഡിവൈസസ്, ദെൻ മെഷീൻ സ്ക്രൂസ്, ഫൗണ്ടേഷൻ ബോൾസ്, ഇത് നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് തീർത്ത് അങ്ങനെ മൊഡ്യൂൾ 2-ൽ നമ്മൾ 9-ാം ദിവസം എത്തണം. 10-ാം ദിവസം നമ്മൾ മൊഡ്യൂൾ 3 സ്റ്റാർട്ട് ചെയ്യുവാണ്. അവിടെ എന്ന് പറഞ്ഞാൽ പൈപ്പ് ജോയിൻസ് ആണ് നമ്മൾ 10th ഡേയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പൈപ്പ് ജോയിൻസ്, എക്സ്പാൻഷൻ ജോയിൻസ്, ലൂപ്സ്, ഇത് ഡിസ്കസ് ചെയ്യാൻ അല്ലെങ്കിൽ പഠിക്കാൻ വേണ്ടിയാണ് നമ്മുടെ 10-ാമത്തെ ദിവസം മൊഡ്യൂൾ 3-ലെ പൈപ്പ് ജോയിൻസ് എന്ന ഭാഗത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. ദെൻ 11, 12 ദിവസം എന്ന് പറയുന്നത് മൊഡ്യൂൾ 3-ലെ റിവറ്റഡ് ജോയിൻസ് പഠിക്കാൻ വേണ്ടിയാണ്. 2 ദിവസം കൊടുക്കേണ്ടി വരും. കാരണം റിവറ്റഡ് ടൈപ്സ്, അതിൻ്റെ പ്രൊപ്പോർഷൻസ്, റെപ്രസെൻറ്റേഷൻ, എഫിഷ്യൻസി, ഫെയിലിയർ കോസസ്, പ്രാക്ടീസ്, അറേഞ്ച്മെന്റ്, ഡ്രോയിങ്സ്, ഇത്രയും സാധനം നമ്മൾ മൊഡ്യൂൾ 3. ഒന്നാമത് പറയുമ്പോൾ മൊഡ്യൂൾ 1ഉം മൊഡ്യൂൾ 3യും ശരിക്കും പറഞ്ഞാൽ ഡ്രോയിങ്ങിനെ ബേസ് ചെയ്തുള്ളതാണ്. അതുകൊണ്ടാണ് നമുക്ക് കൂടുതൽ സമയം അതിന് പ്രൊവൈഡ് ചെയ്യണമെന്ന് പറയാൻ കാരണം. അപ്പോൾ മൊഡ്യൂൾ 3-ൽ നമ്മൾ ഓൾറെഡി ഇത്രയും പറഞ്ഞ റിവറ്റഡ് ജോയിൻസ് ആണ്, അത് 2 ദിവസമാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അങ്ങനെ മൊഡ്യൂൾ 3 കംപ്ലീറ്റ് ആകുമ്പോഴത്തേന് നമ്മൾ ഏകദേശം 12 ദിവസം കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും.
അടുത്ത മൊഡ്യൂൾ 4 തുടങ്ങുന്നത് 13-14 ദിവസമാണ് നമ്മുടെ സ്റ്റഡി പ്ലാനിലെ. അവിടെ ബെൽറ്റ് ഡ്രൈവ്സ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അത് മെറ്റീരിയൽസ്, സ്ലിപ്പ് ആൻഡ് ക്രീപ്പ്, ആർക്ക് ഓഫ് കോണ്ടാക്ട്, ബെൽറ്റ് സ്പീഡ്, പുള്ളി റേഷ്യോ, നമ്പർ ഓഫ് ബെൽറ്റ്സ് നീഡഡ്, ദെൻ സ്റ്റാൻഡേർഡ് പുള്ളീസ്. ഇത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാണ് മൊഡ്യൂൾ 4ന്റെ ആദ്യ 2 ദിവസം നമ്മൾ ഉപയോഗിക്കുന്നത്. 13-ഉം 14-ഉം 15-ഉം 16-ഉം എന്ന ദിവസം അടുത്ത 2 ദിവസം മൊഡ്യൂൾ 4ലെ ഗിയർ ഡ്രൈവ്സ് പഠിക്കാൻ വേണ്ടിയാണ്. ഗിയർ ഡ്രൈവ്സിലെ ടൈപ്സ് ഓഫ് ഗിയേഴ്സ്, കാസ്റ്റ് വെസസ് മെഷീൻഡ് ഗിയേഴ്സ്, ഗിയർ പ്രൊഫൈൽസ്, ഇത് പഠിക്കാൻ വേണ്ടിയാണ് നമ്മൾ അടുത്ത 15-16 നമ്മുടെ സ്റ്റഡി പ്ലാനിലെ 15-16 എന്ന ഡേ ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ 16-ാം ദിവസം എത്തിച്ചേരുമ്പോൾ നമ്മുടെ മൊഡ്യൂൾ 4 കംപ്ലീറ്റ് ആവും. ദെൻ മൊഡ്യൂൾ 5ലേക്ക് പോകുന്നു. 17-18 2 ദിവസമാണ് ആദ്യം കൊടുക്കുന്നത്. അത് മൊഡ്യൂൾ 5ലെ ഹൈഡ്രോളിക്സ് പഠിക്കാൻ വേണ്ടിയാണ് നമ്മൾ 17-18 2 ദിവസം കൊടുക്കുന്നത്. ഹൈഡ്രോളിക് സിസ്റ്റം കമ്പോണൻസ്, ദെൻ ഹൈഡ്രോളിക് ജാക്ക്, ആക്ച്വേറ്റേഴ്സ്, വാൽവ്സ്, DC, NRV, ത്രോട്ടിൽ, ഇതിനെക്കുറിച്ച് പഠിക്കാനാണ് നമുക്ക് മൊഡ്യൂൾ 5ലെ 17-18 ദിവസം ഉപയോഗിക്കുന്നത്. എന്നാൽ ഒരു ദിവസം 19 എന്ന് പറയുന്ന ഡേ നമ്മൾ മൊഡ്യൂൾ 5ലെ ബാക്കിയുള്ള ഭാഗം ന്യൂമാറ്റിക്സ് പഠിക്കാൻ വേണ്ടിയാണ്. അവിടെ ന്യൂമാറ്റിക് സിസ്റ്റം, FRL യൂണിറ്റ്, ന്യൂമാറ്റിക് ആക്ച്വേറ്റേഴ്സ്, ഇതാണ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അത് നമുക്ക് ഡേ 19-ൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ 19 ദിവസം കൊണ്ട് നമ്മൾ മൊഡ്യൂൾ 5 വരെ എത്താൻ പറ്റും. ദെൻ മൊഡ്യൂൾ 6ലേക്ക് പോകുന്നത് 2 ദിവസം 3 ദിവസം പ്രൊവൈഡ് ചെയ്യുന്നു. 20-22 തൊട്ട് 22 വരെ 20, 21, 22-ൽ മൊഡ്യൂൾ 6ലെ ലിമിറ്റ് ഫിറ്റ്സ് ടോളറൻസിന് വേണ്ടിയാണ് 3 ദിവസം കൊടുത്തിരിക്കുന്നത്. ടോളറൻസ് ഡയമെൻഷനിങ്, സിംബൽസ് ഫോർ മെഷീനിങ്, സർഫസ് ഫിനിഷ്, IS കോഡ്സ്, ഇന്റർചേഞ്ചബിലിറ്റി, ജോമെട്രിക്കൽ ടോളറൻസ്, ഇത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാണ് നമുക്ക് ഡേ 20, 21, 22 നമ്മുടെ സ്റ്റഡി പ്ലാനിൽ ഉപയോഗിക്കേണ്ടത്, എസ്പെഷ്യലി മൊഡ്യൂൾ 6ന് വേണ്ടി. ഓക്കെ, മൊഡ്യൂൾ 7 നമ്മൾ 2 ദിവസം കൊണ്ടാണ് 23-24 ഡേയ്സ് കൊണ്ട് നമ്മുടെ മൊഡ്യൂൾ 7 ബിയറിങ്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അതിനകത്ത് ടൈപ്സ് ഓഫ് ബിയറിങ്സ്, അഡ്വാൻറ്റേജസ്, ലൂബ്രിക്കേഷൻ ബേസിക്സ്, ബിയറിങ്സിന്റെ നമുക്ക് ഈ പറയുന്ന 2 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ 24 എത്തുമ്പോൾ, ഡേ 24 എത്തുമ്പോൾ നമ്മൾ 7 മൊഡ്യൂൾ കംപ്ലീറ്റ് ആവും. ഇനിയും 25-26 എന്ന് പറയുന്ന ഡേ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ 25-26 ഡേ നമ്മൾ ഉപയോഗിക്കേണ്ടത് നമുക്ക് ഓട്ടോ കാഡ്, നമ്മുടെ ഈ പറയുന്ന മൊഡ്യൂൾ അല്ലാതെ കിടക്കുന്ന, ഓൾറെഡി ഞാൻ ആദ്യം പറഞ്ഞ ABCD പാർട്ടിലെ C പാർട്ടായിട്ട് വരുന്ന ഓട്ടോ കാഡ് പഠിക്കാൻ, മെക്കാനിക്കലിന്റെ ആണെങ്കിൽ അത് നമുക്കൊന്ന് പഠിക്കണമല്ലോ. അപ്പം ഓട്ടോ കാഡ് പഠിക്കാൻ വേണ്ടി നമ്മുടെ 25-26 എന്നുള്ള ദിവസമാണ് പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്. അതിനകത്ത് ഇൻട്രൊഡക്ഷൻ ടു ഓട്ടോ കാഡ്, ബേസിക് കമാൻഡ്സ്, ഡ്രോയിങ്, ടൂൾ ബാർ ആൻഡ് മോഡിഫൈങ് ടൂൾ ബാർ, പ്ലോട്ടിംഗ് ആൻഡ് പ്രിന്റിംഗ്, ഇത് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മുടെ സ്റ്റഡി പ്ലാനിലെ ഫേസ് 1ലെ അവസാന ദിവസങ്ങളായ 25-ഉം 26-ഉം ഉപയോഗിക്കാൻ പോകുന്നു. ഇങ്ങനെ നമുക്ക് 26 ദിവസം കൊണ്ട് നമുക്ക് ഫേസ് 1 കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഫേസ് 1ൽ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, കോർ കവറേജ് ആണ് ഉദ്ദേശിച്ചത്. മൊഡ്യൂൾസിന്റെ ഫുള്ള് കവർ ചെയ്ത് മെക്കാനിക്കൽ പോർഷൻസ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് 26-ാം ദിവസം വരെ നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ ഫേസ് 1 എന്ന് പറയുന്നത്. ഇനിയും ഫേസ് 2ലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ ഫേസ് 2ൽ നമ്മൾ റിവിഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. സ്വാഭാവികമായിട്ടും 40ത്തെ സ്റ്റഡി പ്ലാൻ പറയുന്നത് ഇതിനകത്ത് 26 ദിവസം ഇപ്പോൾ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇനി ഏകദേശം 14 ദിവസം മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. എങ്ങനെയെങ്കിൽ ഫേസ് 2ൽ ഒരു 33-ാം ദിവസം വരെ, 27 തൊട്ട് 33-ാം ദിവസം വരെയാണ് നമ്മൾ ഫേസ് 2 എന്ന് വിളിക്കുന്നത്. ഓൺലി ഫോർ റിവിഷൻ ആണ്. റിവിഷൻ 1 എന്ന് പറയാൻ കാരണം ഇനി ഒരു സ്റ്റേജ് റിവിഷൻ കൂടി നമ്മുടെ ബാക്കിയുണ്ട്. റിവിഷൻ 1ൽ നമ്മൾ ഡേ 27-ൽ നമ്മുടെ മൊഡ്യൂൾ 1 റിവൈസ് ചെയ്യുന്നു. ഡ്രോയിങ് പ്രാക്ടീസ് ഉൾപ്പെടെയാണ് നമ്മൾ ആ ഭാഗം കംപ്ലീറ്റ് ചെയ്യുന്നത്. ഡേ 28-ൽ നമ്മൾ മൊഡ്യൂൾ 2 and 3 റിവൈസ് ചെയ്യുവാണ്. അത് കൂടാതെ സ്കെച്ചിങ്സ് ഒക്കെ അവിടെ വരുന്നുണ്ട്, സിമ്പിൾസിന്റെയും ജോയിൻസിന്റെയും, അതെല്ലാം കൂടെ ഉൾപ്പെടെയാണ് നമ്മൾ 28-ാം ദിവസം 2 മൊഡ്യൂൾ അങ്ങ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ദെൻ ഡേ 29-ൽ നമ്മൾ റിവൈസ് ചെയ്യുന്നത് മൊഡ്യൂൾ 4 ആണ്. അതിനകത്ത് ബെൽറ്റ് ഗിയർ, അതിനകത്ത് ഏറ്റവും കൂടുതൽ പ്രോബ്ലംസ് വരുന്ന ഭാഗമാണ്, ഓൾറെഡി സിലബസിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം ന്യൂമറിക്കൽസ് പ്രോബ്ലംസ് അല്ലെങ്കിൽ ന്യൂമറിക്കൽ വാല്യൂസും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കണം നമ്മൾ ഡേ 29 കംപ്ലീറ്റ് ചെയ്യേണ്ട റിവിഷനിൽ. ദെൻ ഡേ 3-ൽ റിവൈസ് ചെയ്യാൻ പോകുന്നത് മൊഡ്യൂൾ 5 ആണ്. അതിനകത്ത് സിസ്റ്റം ഡയഗ്രാംസ് ഉൾപ്പെടുത്തിയാണ് മൊഡ്യൂൾ 5 നമ്മൾ റിവൈസ് ചെയ്യേണ്ടത്. ദെൻ ഡേ 31-ൽ റിവൈസ് മൊഡ്യൂൾ 6 ആണ്. അത് വിത്ത് ടോളറൻസ് ആൻഡ് സിംബൽസ് മെമ്മറിയാണ്. ഡേ 32-ൽ മൊഡ്യൂൾ 7 റിവൈസ് ചെയ്യുന്നു. അതിന്റെ ജനറൽ കൺസെപ്റ്റ് നമുക്ക് ഡേ 32-ൽ പറ്റും. ലാസ്റ്റ് ഡേ, നമ്മുടെ ഫേസ് 2-ന് ലാസ്റ്റ് ഡേ 33-ൽ ഫുൾ ഒരു മോക്ക് ടെസ്റ്റിന് വേണ്ടിയാണ് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്നത്. 100 മാർക്കിന്റെ ഒരു മോക്ക് ടെസ്റ്റ് നമ്മൾ എവിടെ നടത്തണം?
phase 2 അവസാനിക്കുന്ന ഡേ 33 നടക്കുന്നത്. കാരണം നമ്മൾ ഓൾറെഡി അതിന്റെ കോർ കവറേജും കഴിഞ്ഞ് അത് റിവൈസ് ചെയ്തിരിക്കുകയാണ്. സംസാരിക്കുന്ന മെക്കാനിക്കലിനെ കുറിച്ചാണ്. അപ്പം ആ മെക്കാനിക്കൽ ഭാഗത്ത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന്റെ അണ്ടറിൽ വരുന്ന ടോപ്പിക്സിന്റെ മോക്ക് ടെസ്റ്റ് 100 മാർക്കിന് ഒരു ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റ്. നമുക്കറിയാം നമ്മുടെ എക്സാം 100 മാർക്കിന് വരുമ്പോൾ അത് മെക്കാനിക്കൽ മാത്രമല്ല സിവിലും ഉണ്ട്. പക്ഷേ മെക്കാനിക്കലിന്റെ മാത്രമായിട്ടൊരു 100 മാർക്കിന്റെ മോക്ക് ടെസ്റ്റ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അത് നമ്മൾ മോക്ക് ടെസ്റ്റ് എഴുതി നോക്കിയാൽ മാത്രമേ എവിടെ എത്തി നിൽക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാവത്തുള്ളൂ. അത് കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ ആൻസേഴ്സ് എടുത്ത് നോക്കിയിട്ട് എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അത് റിവ്യൂ ചെയ്യാൻ വേണ്ടിയാണ് ഡേ 33 നമ്മൾ ഉപയോഗിക്കേണ്ടത്. അന്ന് പഠിത്തമൊന്നും പറയുന്നില്ല, ഓൺലി മോക്ക് ടെസ്റ്റ്. ഓക്കെ, അങ്ങനെ നമ്മുടെ phase 2 കംപ്ലീറ്റ് ആവും. അപ്പം ഇപ്പം നമ്മൾ 33 ദിവസം ചെലവഴിച്ച് കഴിഞ്ഞ് നമ്മുടെ സ്റ്റഡി പ്ലാനിൽ ഏകദേശം എക്സാമിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയുള്ളത് 40 ദിവസത്തിനകത്ത് 7 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. അവിടെയാണ് നമ്മുടെ അവസാനഘട്ട പരിശ്രമം വരുന്നത്. സ്റ്റേജ് 3 അല്ലെങ്കിൽ phase 3 വരികയാണ്. ഇതിനകത്ത് ഫൈനൽ റിവിഷനും അതിനോടൊപ്പം തന്നെ മോക്ക് ഡ്രിൽസുമാണ് ഏറ്റവും കൂടുതൽ ഉൾപ്പെടുത്തേണ്ടത്. കാരണം എല്ലാം പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറേയേറെ മോക്ക് ടെസ്റ്റ് എഴുതുന്നത് കൊണ്ട് 2 എണ്ണം കഴിയുമ്പോൾ 4ാമത്തെ മോക്ക് ടെസ്റ്റ് ആകുമ്പോൾ നമ്മുടെ സ്പീഡ് കൂടും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് മോക്ക് ടെസ്റ്റ് മാക്സിമം എഴുതണം. അതിനുവേണ്ടിയാണ് നമ്മൾ phase 3 ഉപയോഗിക്കാൻ പോകുന്നത്. ഡേ 34 തൊട്ട് 40 വരെയാണ് നമ്മുടെ phase 3 എന്ന് പറയുന്നത്. അതിൽ ഡേ 33ൽ വീക്ക് ടോപ്പിക് റീസ്റ്റഡിയാണ്. നമ്മൾ എവിടൊക്കെയാണോ നമ്മുടെ മോക്ക് ടെസ്റ്റ് എഴുതിയപ്പോൾ എനിക്ക് പരാജയം സംഭവിച്ചത് അത് ഒന്ന് പഠിക്കാൻ വേണ്ടിയാണ് ഞാൻ ഡേ 34 ഉപയോഗിക്കുന്നത്. അത് മോക്ക് ടെസ്റ്റിലുണ്ടായ എറർ എല്ലാം മനസ്സിലാക്കി വേണം അന്ന് ഡേ 34 ഞാൻ കൈകാര്യം ചെയ്യാനായിട്ട്. ഡേ 35നെ കുറിച്ച് പറയുവാണെങ്കിൽ ഓൾറെഡി മൊഡ്യൂൾ 1ലും 3ലും ഉള്ള ഞാൻ പറഞ്ഞു കുറേ ഡ്രോയിങ്സ് ഉണ്ട്. ആ ഡ്രോയിങ്സിന്റെ പ്രാക്ടീസ് സെറ്റാണ് നമ്മൾ ഡേ 35 ചെയ്യേണ്ടത്. ഡേ 36ൽ ന്യൂമറിക്കൽ പ്രാക്ടീസ് ചെയ്യണം. നമ്മൾ പറഞ്ഞു ബെൽറ്റ്, ഗിയർ, ഫിറ്റ് ഈ ഭാഗത്തുനിന്ന് നല്ല രീതിയിലുള്ള ന്യൂമറിക്കൽസ് പ്രതീക്ഷിക്കാം. അതിന്റെ പ്രാക്ടീസ് ആണ് എവിടെ നടത്തുന്നത്? ഡേ 36ൽ നമ്മൾ കൊടുക്കേണ്ടത്. ഡേ 37ൽ സിമ്പിൾ ആൻഡ് തിയറി റാപ്പിഡ് റിവിഷൻ ആയിരിക്കണം. സിമ്പിൾസിന്റെ ഒക്കെ സിമ്പിൾസും വേണം, അതുകൊണ്ട് തന്നെ തിയറി ഭാഗത്തിന്റെയും റാപ്പിഡ് റിവിഷൻ ആണ് ഡേ 37ൽ നടത്തേണ്ടത്. ഇനി നമ്മുടെ അവസാനത്തിലേക്ക് പോവുകയാണ്. ഡേ 38 വരികയാണെങ്കിൽ അവിടെ 2ാമത്തെ മോക്ക് ടെസ്റ്റ് ഡേ 38ൽ നമ്മൾ കൊടുക്കണം. ആ മോക്ക് ടെസ്റ്റിൽ എക്സാം കണ്ടീഷൻസ് അപ്ലൈ ചെയ്തിട്ടുള്ള മോക്ക് ടെസ്റ്റ് ആയിരിക്കണം. കാരണം 100 മാർക്കിന്റെ ഫുൾ ലെങ്തിൽ പോവല്. നമുക്കറിയാം എക്സാം 100 മാർക്കിനാണ് നടക്കുന്നത് ടോട്ടലി അല്ലെങ്കിൽ ഓവർസീ ഗ്രേഡ് 3. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മെക്കാനിക്കൽ ഭാഗത്തെ കുറിച്ചാണ്. മെക്കാനിക്കൽ ഭാഗത്തിന് ഒരു 50ഓ 60ഓ മാർക്ക് പ്രൊവൈഡ് ചെയ്തുകൊണ്ടുള്ളൊരു ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റ് വിത്ത് ടൈം ഡ്യൂറേഷൻ കൊടുത്താൽ ഈ പറയുന്ന 38 ഡേറ്റ് നമുക്ക് എഫക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. ദെൻ ഡേ 39 എന്ന് പറയുന്നത് ഈ പറയുന്ന മോക്ക് ടെസ്റ്റ് അനലൈസ് ചെയ്തതിനു ശേഷം എന്തെങ്കിലും എറേഴ്സ് പിന്നെയും സംഭവിക്കുവാണെങ്കിൽ അത് നമുക്ക് റെക്ടിഫിക്കേഷന് വിധേയമാക്കണം. പിന്നീട് ഒന്നും കൂടി ഉണ്ട്, ഡയഗ്രാംസിനൂടെ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ഈ പറഞ്ഞ ഡേ 39 നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. ദെൻ ഡേ 40 എന്ന് പറയുന്നത് ലൈറ്റ് റിവിഷൻ. നമ്മൾ ഏകദേശം എല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഒന്ന് ആശ്വാസമായിട്ട് ഇരിക്കാൻ പോകുന്ന സമയമാണ്. അപ്പോൾ ഇനി നമുക്ക് ഒന്നും കൂടി ലാസ്റ്റ് ദിവസം മെക്കാനിക്കലിന്റെ 40th ഡേയിൽ നമുക്ക് ലൈറ്റ് റിവിഷനും അതുകൊണ്ട് തന്നെ ഫോർമുല, സിമ്പിൾ, ഫ്ലാഷ് കാർഡ്സ്, റെസ്റ്റ്, നന്നായിട്ട് റെസ്റ്റ് എടുത്ത് ഈ പരിപാടി നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് തീർക്കാൻ പറ്റും. ഓക്കെ, ഇതാണ് നമ്മുടെ 40th ഡേയിൽ നമ്മൾ ചെയ്യുന്നത്. ഇങ്ങനെയാണ് നമ്മൾ 40 ദിവസത്തെ സ്റ്റഡി പ്ലാൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ രീതിയിൽ പഠിച്ചാൽ സ്വാഭാവികമായിട്ടും വലിയൊരു കണ്ടന്റ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന്റെ വലിയൊരു കണ്ടന്റ് ഈ പരീക്ഷ എഴുതാൻ പോകുന്ന ഉദ്യോഗാർത്ഥി കിട്ടുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം എല്ലാ ഭാവവും ക്ലിയർ ആയി പോകുന്ന രീതിയിലാണ് നമ്മൾ 3 ഫേസിലായിട്ട് 40 ദിവസം എഫക്റ്റീവായിട്ട് കൈകാര്യം ചെയ്താണ് നമ്മളിപ്പോൾ ഈ പറഞ്ഞ സ്റ്റഡി പ്ലാൻ തന്നത്. ഓക്കെ, ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറേയേറെ എന്തൊക്കെ അഡ്വാൻസ്ഡ് മെക്കാനിസം നമുക്ക് യൂസ് ചെയ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ഡെയിലി സ്ട്രക്ചർ എങ്ങനെയായിരിക്കണം, ഒരു ദിവസം നമ്മൾ എങ്ങനെ കൈകാര്യം ചെയ്യണം. ഒരു ദിവസത്തെക്കുറിച്ച് ഞാനിപ്പോൾ മൊത്തത്തിലുള്ള ഡേ ആണ് പറഞ്ഞത്. ഒരു ദിവസത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ 1 മണിക്കൂർ തിയറി റീഡിങ്ങിന് വേണ്ടിയും നോട്ട് മേക്കിങ്ങിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കണം. അടുത്ത 1 മണിക്കൂർ പ്രോബ്ലം സോൾവിങ് സ്കില്ലാണ്, ഡ്രോയിങ് പ്രാക്ടീസോ അതിനകത്ത് നമുക്ക് ഉൾപ്പെടുത്താം. ദെൻ അടുത്ത 30 മിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിവിഷൻ ഓഫ് ഇന്നലെ നമ്മൾ പഠിച്ച സാധനം എന്താണോ അതിന്റെ റിവിഷൻ, യെസ്റ്റർഡേസ് ടോപ്പിക്സ് ആണ് നമ്മളവിടെ ഉൾപ്പെടുത്തേണ്ടത്. ദെൻ അവസാനത്തെ 30 മിനിറ്റ് എന്ന് പറയുന്നത് ക്വിസ് ആണ്, അല്ലെങ്കിൽ PYQ പ്രാക്ടീസ് ചെയ്യണം. MCQs പ്രാക്ടീസ് ചെയ്ത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്ത് പ്രാക്ടീസ് ചെയ്താൽ നമ്മുടെ ഒരു ഡേ എഫക്റ്റീവ് ആയിട്ട് മാറും. അപ്പോൾ ഈ ഡേ ഞാനിപ്പോൾ എഫക്റ്റീവ് ആക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞെങ്കിലും ഇതിന് മുമ്പ് പഠിച്ച സ്റ്റഡി പ്ലാനോടെ മനസ്സിലാക്കി വേണം ഇത് എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ. ഒരു ദിവസം എങ്ങനെ ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുവാണെങ്കിൽ ടോട്ടലി ഒരു 3 മണിക്കൂറാണ് നമ്മൾ ഈ പറയുന്ന മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് വേണ്ടി ഒരു ദിവസം ഉപയോഗിക്കേണ്ടത് എന്നാണ് പറഞ്ഞു വന്നത്. ഓക്കെ,
ദെൻ എക്സ്ട്രാ ടിപ്സ് ആയിട്ട് പറയാൻ പറ്റുന്നത് ഓൾറെഡി ഞാൻ പറഞ്ഞു 1, 3 and 4 ഡ്രോയിങ്സ് കുറേയേറെ വരുന്നുണ്ട്. ആ ഡ്രോയിങ്സിന് വേണ്ടി ഒരു ഡ്രോയിങ് നോട്ട് ബുക്ക് നമ്മൾ എപ്പോഴും കയ്യിൽ വെച്ചിരിക്കണം. ഇറ്റ്സ് ഫോർ മൊഡ്യൂൾ 1, 3 and 4. അത് നമ്മൾ നീറ്റ്നെസ് ആയിട്ട് നല്ല രീതിയിൽ കറക്റ്റ് കൺവെൻഷൻസ് ആൻഡ് നീറ്റ്നെസ്സിൽ വേണം കൈകാര്യം ചെയ്യാൻ. കാരണം നമുക്ക് എക്സാമിന് കുറേയേറെ ഡ്രോയിങ്സിനെ ബേസ് ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും ഉണ്ടായിരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ദെൻ മെയിൻറ്റെയിൻ എ ഫോർമുല ആൻഡ് IS കോഡ് ഷീറ്റ്. കുറേ കോഡ്സ് ഒക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. ആ കോഡ്സിന്റെ ഒരു ഷീറ്റും ഫോർമുല ഷീറ്റും നമുക്ക് ഉണ്ടായിരിക്കണം. ഇത് കൂടുതൽ ഡീൽ ചെയ്യുന്നത് മൊഡ്യൂൾ 4ലും 6ലുമാണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ദെൻ നമുക്ക് വേണമെങ്കിൽ കളർ പെൻസ് യൂസ് ചെയ്ത് ഹൈഡ്രോളിക് ആൻഡ് ന്യൂമാറ്റിക് ഡയഗ്രാംസ് വേണമെങ്കിൽ വരയ്ക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ കൂടുതൽ നന്നായിട്ട് നമ്മുടെ കളർ ബേസ് നമുക്ക് മെമ്മറിയിൽ കുറേ നാളത്തേക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റും. ഏത് കളറായിരുന്നു ഇന്ന സാധനത്തിന് ഉപയോഗിച്ചത് വെച്ച് നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ വേണമെങ്കിൽ പറ്റും. അതുകൊണ്ട് കളർ പെൻസ് ഉപയോഗിച്ചാൽ വളരെ നല്ലത്. ഓക്കെ, പിന്നെ എല്ലാ സൺഡേയിലും നമ്മുടെ സൺഡേ ഈവനിങ് വേണം പറയാം, ഒരു മണിക്കൂർ തൊട്ട് 2 മണിക്കൂർ വരെ ഒരു വീക്കിൽ പഠിച്ച നമ്മളിപ്പോൾ നമ്മുടെ സ്റ്റഡി പ്ലാനിലെ ഒരു വീക്കിൽ പഠിച്ച എല്ലാ കാര്യങ്ങളും റീക്യാപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഈവനിങ്ങിൽ 2 മണിക്കൂർ ഉപയോഗിക്കേണ്ടത്. ഈ ഒരു സെറ്റപ്പിൽ പോവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നല്ലൊരു രീതിയിലുള്ള പ്ലാൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അപ്പം ഇത്രയുമാണ് നമുക്ക് ഓവർസിയർ ഗ്രേഡ് 3ക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന കാര്യം. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങളുടെ എക്സാമിന് മാത്രം സ്വപ്നം കണ്ടിരുന്നു കഴിഞ്ഞാൽ കാര്യങ്ങൾ നടക്കില്ല. സിലബസ് കണ്ടുകൊണ്ടിരുന്നിട്ടും കാര്യമില്ല. സിലബസ് അനുസരിച്ച് അതിന് വേണ്ട ആക്ഷൻസ് എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ആ ആക്ഷൻസിനെ കുറിച്ചാണ് നമ്മൾ ഇത്രയും നേരം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഓവർസിയർ ഗ്രേഡ് 3 എക്സാം ഞാൻ ഈ പറഞ്ഞ ആക്ഷൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന്റെ ബേസിലാണ് പറഞ്ഞെങ്കിലും സിവിൽ വരുമ്പോൾ അതിനും നമ്മളൊരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കേണ്ടതായിട്ടിരിക്കുന്നു. ആ ആക്ഷൻ പ്ലാൻ ബേസ് ചെയ്ത് കമ്പൈൻ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒക്ടോബർ 20th നടക്കുന്ന ഓവർസിയർ ഗ്രേഡ് 3 വാട്ടർ അതോറിറ്റി എക്സാമിന് നിങ്ങൾക്കും ക്രാക്ക് ചെയ്യാൻ പറ്റും. ഓവർസിയർ ഗ്രേഡ് 3ക്ക് കേരള വാട്ടർ അതോറിറ്റിയുടെ ഓവർസിയർ ഗ്രേഡ് 3യും അതുകൂട്ട് തന്നെ ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2ന്റെ എക്സാമും വരുന്നുണ്ട്. ഈ 2 എക്സാമിന് വേണ്ടിയുള്ള ബാച്ചസ് ഓൾറെഡി നമ്മൾ ഏണസ്റ്റ് അക്കാദമിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വളരെ കോറായിട്ട് എന്തൊക്കെയാണോ വേണ്ടത് അതിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഞാനിപ്പം പലപ്പോഴും സ്റ്റഡി പ്ലാൻ സംസാരിച്ചപ്പോൾ മണിക്കൂറുകളും ദിവസങ്ങളും ചെലവഴിക്കേണ്ട രീതികളും അതിനകത്ത് വരുന്ന ടെസ്റ്റുകളെ കുറിച്ചും ഒക്കെ പറഞ്ഞു. ഇതൊക്കെ ഓട്ടോമാറ്റിക്കലി ഈ കോഴ്സിൽ അവൈലബിൾ ആണ്. കോഴ്സിൽ ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അവിടെ ഒരു സ്റ്റഡി പ്ലാൻ ഈ പറഞ്ഞ ബേസ് ഉണ്ട്. ആ സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്യുക എന്ന് മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്. എല്ലാ കാര്യങ്ങളും അതിൻ്റെതായ രീതിയിൽ സിലബസ് ഓറിയന്റഡ് ആയിട്ട് പ്ലാൻ ചെയ്ത് ഫോക്കസ് ചെയ്താണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ പറയുന്ന ഓവർസിയർ ഗ്രേഡ് 3 ആണെങ്കിലോ അല്ലെങ്കിൽ ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2 എക്സാമോ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഉറപ്പാണ്. ഓൾറെഡി കോഴ്സസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ലൈവ് ക്ലാസ്സസ് ഉണ്ട്. അതിനോടൊപ്പം തന്നെ റെക്കോർഡ് ക്ലാസ്സും അവൈലബിൾ ആണ്. മോക്ക് ടെസ്റ്റ് അനേകം മോക്ക് ടെസ്റ്റുകൾ അവൈലബിൾ ആണ്. മെന്ററിന്റെ അണ്ടറിൽ നമുക്ക് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാമെന്നുള്ളതാണ് ഏറ്റവും വലിയ ഫോക്കസിങ് പോയിന്റ്. അതുകൊണ്ട് നമ്മുടെ ഈ പറഞ്ഞ കോഴ്സിലൊക്കെ ജോയിൻ ചെയ്ത് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. 20th നടക്കുന്ന എക്സാം ഇനിയും ദിവസങ്ങളുണ്ട്, ഒത്തിരി ദിവസങ്ങളുണ്ട്. 40 ദിവസത്തെ സ്റ്റഡി പ്ലാൻ മാത്രമേ നമ്മളിപ്പോൾ പറഞ്ഞുള്ളൂ. അത് മെക്കാനിക്കലിന് വേണ്ടിയാണ്. അപ്പോൾ ഇതനുസരിച്ച് നമുക്ക് പഠിക്കാൻ വേണ്ടി കോഴ്സിൽ ജോയിൻ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സോ ക്ലാരിഫിക്കേഷനോ ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ഗൂഗിൾ ഷീറ്റ് ഫില്ല് ചെയ്യുക. അതനുസരിച്ച് നിങ്ങൾക്ക് എൻക്വയറീസ് അനുസരിച്ച് നിങ്ങൾക്ക് സൊല്യൂഷൻസ് പറഞ്ഞു തരുന്നതാണ്. ബാച്ചസിനെ കുറിച്ചുള്ള ഡൗട്ടിന് വേണ്ടി നമുക്ക് കോൾ ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ ലിങ്ക് ഫില്ല് ചെയ്യുക. ഓക്കെ, അപ്പം നമ്മുടെ ഓൾറെഡി ഒത്തിരി അനേകം റാങ്ക്സ് ഉണ്ടാക്കിയെടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാർഡ് വർക്കിലൂടെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള അക്കാദമിയാണ് നമ്മുടെ ഏണസ്റ്റ് അക്കാദമി. അതുകൊണ്ട് ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് റിസൾട്ട് ഉറപ്പാണെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അപ്പോൾ നന്നായിട്ട് നിങ്ങൾക്ക് ഈ ഓവർസിയർ ഗ്രേഡ് 3 എക്സാം മെക്കാനിക്കൽ ആയിക്കോട്ടെ സിവിലുകാരായിക്കോട്ടെ 2 കൂട്ടർക്ക് നന്നായിട്ട് അപ്പിയർ ചെയ്യാൻ സാധിക്കട്ടെ. നല്ല രീതിയിൽ ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.